ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 26-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടാണ്. സെക്യുലർ, സോഷ്യലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, ഇന്ത്യൻ പ്രിയാമ്പിളിൻ്റെ ഭാഗമാണ്, അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതേ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പെറ്റീഷൻസ് വരുന്നുണ്ട്. ഇവയെല്ലാം ബാച്ച് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു വിധി വന്നിട്ടുള്ളത്. അപ്പോൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സെക്യുലർ, സോഷ്യലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ആശയങ്ങളെ ഭരണഘടനയുമായി ചേർത്തതുമായി ബന്ധപ്പെട്ട് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുമായിട്ട് വാല്യൂ ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു വാർത്തയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പെറ്റീഷൻസ് ആണ് 2020 മുതൽ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഭരണഘടന ആമുഖത്തിൽ നമ്മൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ 1976 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. അപ്പൊ ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നത് എന്ന് കൂടി ഓർത്തു. ഇത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇവർ വാദിക്കുന്നതെന്ന് വെച്ചാൽ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ കൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ഒറിജിനൽ ഭാഗമല്ല. കൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഡെലിബറേറ്റ്ലി ഒഴിവാക്കുകയാണ്, ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്, സോഷ്യലിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി, എക്കണോമിക് ഐഡിയോളജിയെ കൂടി ഉദ്ദേശിക്കുന്നതാണ്. അതൊരു എക്കണോമിക് പോളിസിയാണ്, അത് ഭരണഘടനയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ താല്പര്യമാണ്, എക്സിക്യൂട്ടീവിന്റെ താല്പര്യമാണ്, അല്ലാതെ ഭരണഘടനയുടെ ഭാഗമാകണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പെറ്റീഷണേഴ്സിനെ വേറെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത് എന്നുള്ളതും, അമെൻമെന്റ് ചെയ്തിട്ട് 44 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇതിനെ ചാലഞ്ച് ചെയ്യുന്നു എന്നുള്ളത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, ഭരണഘടനയുടെ ആമുഖമായിട്ടുള്ള പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇൻഎലിയനബിൾ പാർട്ടാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. അത് അമെൻഡ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട്. അപ്പോൾ പാർലമെന്റിന് ഭരണഘടന ആർട്ടിക്കിൾ 368 പ്രകാരം അമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ അമെൻമെന്റ് എന്ന് പറയുന്നത് ഇത് പല തരത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റിനെ ആർട്ടിക്കിൾ 368 പ്രകാരം 1949 ഭരണഘടനയെ അമെൻഡ് ചെയ്തതിന് തടസ്സമൊന്നുമില്ല എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് എപ്പോഴും ജീവിച്ചിരിക്കുന്ന, എപ്പോഴും ജീവനോടെ ഇരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ മാറ്റങ്ങൾ വരാം അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് സമയത്തിന്റെ കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരാമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ കൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തെ കൊണ്ടുവരണം എന്നുള്ളതിന് മേലെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ഇന്റർപ്രിട്ടേഷന്റെ അടിസ്ഥാനത്തിൽ, ഓൺ ഇന്റർപ്രിട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ രാജ്യത്ത് സെക്യുലറിസം എന്ന് പറയുന്ന ആശയം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും തുല്യരായിട്ട് കാണുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളെയും തുല്യരായിട്ട് കാണുക, എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയെ വൺ ഓഫ് ദ ബേസിക് ഫീച്ചറാണ്, അടിസ്ഥാന ആശയമാണെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ മേലെ മറ്റൊരു ആർട്ടിക്കിൾ കൂടി ഇന്നത്തെ അനാലിസിസിൽ തന്നെ നോക്കുന്നുണ്ട്. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ആന്ധ്രാപ്രദേശിലെ ഒരു കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർക്ക്, MP മാർക്ക്, MLA മാർക്ക്, ജഡ്ജിമാർക്ക്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ കുറഞ്ഞ നിരക്കിൽ ഭൂമി അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വീണ്ടും സുപ്രീം കോടതിയുടെ ഇടപെടലാണ്. ഇപ്പൊ എന്താണ് വിഷയം നോക്കാം. ആന്ധ്രാപ്രദേശിലെ 245 ഏക്കറോളം ലാൻഡ് 2005 അവിടുത്തെ ജഡ്ജസിനും MP മാർക്കും MLA മാർക്കും ബ്യൂറോക്രാറ്റുകൾക്കും ജേർണലിസ്റ്റുകൾക്കും ഗവൺമെന്റിന് കുറച്ച് ആൾക്കാരെ പ്രീതിപ്പെടുത്തണം, അവർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ ചെലവിൽ കൊടുത്ത പേഴ്സൺ ഓഫ് എമിനൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിസ്കൗണ്ടഡ് റേറ്റിൽ അവർക്ക് കൊടുത്തുള്ളത്. നമ്മുടെ സൊസൈറ്റിയുടെ ഡിസേർവിംഗ് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് കുറഞ്ഞ ചെലവിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടോ സുപ്രീം കോടതി പറഞ്ഞു അത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ആർബിട്രറി ആണ്, നിങ്ങൾ എങ്ങനെ ആ ആൾക്കാരെ തെരഞ്ഞെടുത്തു,
അതൊരു തരത്തിലുള്ള ഫേവറിറ്റിസം ആണ്. അതായത് എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിച്ചില്ല, നിങ്ങൾ അവർക്ക് എന്തോ പ്രത്യേകത കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോടതി പറഞ്ഞു വെച്ചാൽ ഇതൊരു തരത്തിൽ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ആ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്. പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരും അല്ല, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസിലും വളരെ കുറഞ്ഞ നിരക്കിൽ ഈ ഒരു ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു തരത്തിലുള്ള ഇനീക്വാലിറ്റി തന്നെയാണ്. അത്തരത്തിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നൽകുന്നുണ്ടെങ്കിൽ അത് ആ എല്ലാ ആൾക്കാർക്കും അർഹരാണ് അല്ലെ. ഈ ഗവൺമെന്റിന്റെ കുറച്ച് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രം എന്തുകൊണ്ട് നൽകുന്നു? അതും എലൈറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർ. ഉദാഹരണത്തിന് ഭൂമി ഇല്ലാത്ത കുറെ ആൾക്കാർക്കാണ് നൽകുന്നതെങ്കിൽ ഓക്കെയാണ്, ഓർഡിനറി സിറ്റിസൻസിന് കിട്ടേണ്ട ഭൂമി കൂടിയാണ്, അത് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തത്. ചില ആൾക്കാരെ മാത്രം പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിലേക്ക് നൽകുക. ഇത് ആൾക്കാരുടെ സമൂഹത്തിലെ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. ഇതൊരിക്കലും പബ്ലിക് ഗുഡിനല്ല എന്നുകൂടി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് ഈ ഒരു ഭൂമി വിതരണം ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ തെലങ്കാന ഗവൺമെന്റ് അനുസൃതമായിട്ടാണ് റൂൾ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു അലോട്ട് ചെയ്ത വ്യക്തികൾ അവർ ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ് ആണെന്നും അവർക്ക് ലാൻഡിന് അർഹതയുണ്ടെന്നാണ് തെലങ്കാന ഗവൺമെന്റ് വാദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോടതി എന്ത് പറഞ്ഞു? ഇത്തരത്തിലുള്ള ലാൻഡ് അലോട്ട്മെന്റ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നതിനോട് ഓക്കെയാണ്. പക്ഷേ സമൂഹത്തിൽ മുന്നോക്കം നിൽക്കുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് നൽകുന്നത് ആർബിട്രറി ആണ്, അൺജസ്റ്റ് ആണ് എന്നുള്ളത് പറഞ്ഞു. അത് റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് വിരുദ്ധമാണ്, അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാണ് എന്നാണ് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത, പാൻ നമ്പർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് വിളിക്കും. നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പെർമനന്റ് അക്കൗണ്ട് നമ്പർ. നമ്മുടെ ഈ ഒരു പാൻ എന്ന് പറയുന്ന നമ്പർ, നമ്മളുടെ ഓരോ വ്യക്തിക്കും ഓരോ പാൻ നമ്പർ ഉണ്ടാവും. നമ്മുടെ ആധാർ നമ്പർ പോലെ തന്നെ ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഈ പാൻ നമ്പർ നമ്മുടെ ബാങ്കിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഈ പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ, ഡിമാറ്റ് അതായത് ഷെയർ ട്രേഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അതെല്ലാം ഈ ഒരു പാൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് ലിങ്ക് ചെയ്തിട്ടാണെന്ന് ഓർത്ത് വെക്കാം. അതിന്റെ സെക്കൻഡ് വേർഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പാൻ 2.0 എന്ന് പറയുന്ന പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നുള്ളത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് 1435 കോടി രൂപയുടെ പാൻ 2.0 കൊണ്ടുവരുവാണ്. അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് നിലവിൽ ഒരു യൂണിവേഴ്സൽ ഐഡന്റിഫയർ ആണ് എല്ലാ ഡിജിറ്റൽ സിസ്റ്റംസിനും ഗവൺമെന്റ് ഏജൻസീസിനും വേണ്ടിയിട്ട്. അപ്പൊ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, അതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അവര് ഈ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാൻ 2.0 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു പാൻ നമ്പർ അലോക്കേറ്റ് ചെയ്യുന്നത് ഓർത്ത് വെക്കാം. അപ്പൊ പാൻ 2.0 അതായത് ഇതാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓരോ വ്യക്തികൾക്കും ഒരു പാൻ നമ്പർ ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ടാക്സ് പേയേഴ്സിനെ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ നടത്തുക, ടെക്നോളജി അനുസരിച്ചുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ അതിനെ ആക്സസ് ചെയ്യുക, വളരെ ഫാസ്റ്റ് ആയിട്ട് സർവീസ് ഡെലിവറി ഉണ്ടാക്കുക, ബെറ്റർ ക്വാളിറ്റിയിൽ സർവീസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പെർമനന്റ് അക്കൗണ്ട് നമ്പറെ ഒരു QR കോഡൊക്കെ വെച്ചുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചും ഈ ഒരു പദ്ധതിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡാറ്റ കൺസിസ്റ്റന്റ് ആയിട്ട് കളക്ട് ചെയ്യുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സ് കൊണ്ടുവരിക, കോസ്റ്റ്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.